എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ. താഴോട്ട് വരുന്ന വെർട്ടിക്കൽ കോളംസ് എല്ലാം എന്താണ്? ഗ്രൂപ്പുകളാണ്. ടോട്ടൽ 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഹൊറിസോണ്ടൽ റോസ് എല്ലാം എന്താണെന്ന് പറഞ്ഞു? പീരീഡുകളാണെന്ന് പറഞ്ഞു. 7 പീരീഡുകളുണ്ടെന്ന് പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പീരിയോഡിക് ടേബിളിനെ ചില ബ്ലോക്കുകളാക്കി തിരിച്ചുകൊണ്ട് അതിനുള്ളിലുള്ള എലമെൻറ്റുകളുടെ സ്വഭാവം, അതായത് മെറ്റലാണോ നോൺ മെറ്റലാണോ ഗേഷ്യസ് ആണോ മെറ്റലോയിഡുകളാണോ, ഇനി ആറ്റോമിക് സൈസ് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ ചെയ്യുന്നത്, അതുപോലെ തന്നെ പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് നമുക്ക് പീരിയോഡിക് ടേബിൾ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിൽ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിലെയും അതുപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും എലമെൻറ്റുകളെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം. അവയിൽ നമുക്ക് പരിചയമുള്ളവയുണ്ടോ എന്ന് നോക്കണം, ലോഹങ്ങളുണ്ടോ എന്ന് നോക്കണം, അലോഹങ്ങളുണ്ടോ എന്ന് നോക്കണം. ഈ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡുകൾ ഉണ്ടോ എന്ന് നോക്കണം. അവയ്ക്കുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുപോലെ ഖരം, ദ്രാവകം, വാതകം എന്നീ വിവിധ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ ഉണ്ടോ എന്നും അവയ്ക്കുള്ള ഉദാഹരണങ്ങളും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസും അതുപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെൻസുകളെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസ് നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസ് ഒക്കെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയപ്പെടുന്നു. പിന്നെ ആ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാമാണ് മെറ്റലുകൾ. ആ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത് മെറ്റലോയിഡുകളാണ്. അതായത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും സ്വഭാവം കാണിക്കുന്നവയാണ്. നോൺ മെറ്റലുകളാണ് ആ വയലറ്റ് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മജന്ത കളറിൽ ഹാലോജൻസും സ്കൈ ബ്ലൂ കളറിൽ ഇനേർട്ട് ഗ്യാസസ് അഥവാ നോബിൾ ഗ്യാസസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ മെജോറിറ്റിയും എലമെൻറ്റ്സ് സോളിഡ് സ്റ്റേറ്റിൽ തന്നെ കാണപ്പെടുന്ന എലമെൻറ്റുകളാണ്. ഇതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെറ്റലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അലൂമിനിയം ഉണ്ട്, ഗാലിയം, ഇൻഡിയം ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള എലമെൻറ്റുകളാണ് അല്ലേ, മെറ്റലുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ മെറ്റലോയിഡുകൾ സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക് ഇവയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെറ്റലോയിഡുകളാണ്, ഉപലോഹങ്ങളാണ്. ഇവയൊക്കെയാണ് സെമി കണ്ടക്ടറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റലോയിഡുകൾ അല്ലെങ്കിൽ എലമെൻറ്റുകൾ എന്ന് പറയുന്നത് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക് പോലുള്ളവയാണ്. അതുപോലെ നോൺ മെറ്റൽസ് എന്ന് പറയുന്നതിൽ ആ വയലറ്റ് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നതിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ ഇവയൊക്കെ നോൺ മെറ്റലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഹാലോജൻസും നോബിൾ ഗ്യാസസും ഒക്കെ എന്തിൽ തന്നെ പെടുന്നു? നോൺ മെറ്റൽസ് തന്നെ പെടുന്നവയാണ്. ഈ ഗ്രൂപ്പുകളിൽ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റുകളുമുണ്ട്. ഏതൊക്കെയാണവ? ഗാലിയം, ബ്രോമിൻ, സീസിയം, ഫ്രാൻസിയം മുതലായവ. ഈ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന എലമെൻറ്റുകളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾ പരിശോധിച്ചതാണ്. മെറ്റലുകളുണ്ട്, മെറ്റലോയിഡുകളുണ്ട്, പിന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളവയുണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന എലമെൻറ്റ്സും 1ാമത്തെയും 2ാമത്തെയും 13 തൊട്ട് 18 വരെയുമുള്ള ഗ്രൂപ്പുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ എലമെൻറ്റുകളെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടെ നോക്കുക, നമ്മൾ ഹൈഡ്രജൻ കഴിഞ്ഞ് ഹീലിയം നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഹീലിയത്തിൻ്റെത് 2. ലിഥിയം നോക്കുക, 2 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ബെർലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3, കാർബണിൻ്റെ 4, നൈട്രജൻ 5, ഓക്സിജൻ 6, ഫ്ലൂറിൻ 7, നിയോൺ 8. അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഓരോന്നേ വീതം പീരിയോഡിക്കലി കൂടി വരുന്നുണ്ട് അല്ലേ. അതും ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. താഴോട്ടുള്ള പീരീഡുകൾ എടുത്താൽ അവിടെയും നമുക്ക് ഈ പ്രത്യേകത കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിനെ പഠിച്ചതിൽ നിന്ന് നമുക്ക് പരിചയമുള്ള കുറേ എലമെൻറ്റുകൾ അക്കൂട്ടത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ അഥവാ മെറ്റലോയിഡുകളുണ്ടെന്ന് മനസ്സിലാക്കി. കൂടാതെ തന്നെ ഖരം, ദ്രാവകം, വാതകം എന്നീ വിവിധ അവസ്ഥയിലുള്ള മൂലകങ്ങളും ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. അതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതി നോക്കാം. ഖരാവസ്ഥയിലുള്ളവ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം മുതലായവയാണ് ഖരാവസ്ഥയിലുള്ള എലമെൻറ്റുകൾ. ദ്രാവകാവസ്ഥയിലുള്ളവയാണ് ബ്രോമിൻ, ഗാലിയം, സീസിയം, ഫ്രാൻസിയം.
വാതകാവസ്ഥയിലുള്ളവ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ, നിയോൺ എക്സെട്ര. ഇവിടെ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റുകളാണ്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നവയാണ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ളവ. ബാക്കിയെല്ലാം തന്നെ സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റുകളാണ്. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ആറ്റങ്ങളിലെ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നവയാണ്. ബാഹ്യതമ ഷെല്ലിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയവയാണ് ഇവ. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ഓൾറെഡി, നോബിൾ ഗ്യാസുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ടെന്ന്. ഉത്കൃഷ്ട വാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. 18ാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങളാണ് ഏവ? നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് എന്നറിയപ്പെടുന്നത് 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. ഏതൊക്കെയാണ് മൂലകങ്ങൾ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ, ഓർഗാനസൺ. ഓർഗാനസൺ പുതുതായി കണ്ടെത്തിയ 118ാമത്തെ മൂലകമാണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഇതൊരു ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ്. ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഹീലിയമാണ്. ഹീലിയത്തിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ. ഒരു ഷെല്ല് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഏത് പീരീഡിലായിരിക്കും വരിക? ഫസ്റ്റ് പീരീഡിലായിരിക്കും അല്ലേ? പീരീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെൽസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നിയോൺ നോക്കുക, 2, 8. ആർഗൺ 2, 8, 8. ക്രിപ്റ്റോൺ 2, 8, 18, 8. സിനോൺ 2, 8, 18, 18, 8. അങ്ങനെ താഴേക്ക് പോകുന്നു. ഇവയുടെ എല്ലാം പ്രത്യേകത, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ വീതമാണുള്ളത്? 8 ഇലക്ട്രോണുകളാണ് താഴേക്ക്, ആ ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ എല്ലാ എലമെൻസിനും 8 ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ വീതമാണുള്ളത്? 8 ഇലക്ട്രോണുകൾ വീതം. ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമോ? ഇല്ല അല്ലേ? വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ഇലക്ട്രോണുകളെ ഒന്നും. അതുകൊണ്ട് തന്നെ ഇവ ഇനേർട്ടാണ്. ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നു. നോബിൾ ഗ്യാസസ് അഥവാ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കാം ഇവരെ. അടുത്തതാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അവയുടെ പ്രത്യേകത എന്തെല്ലാമാണ്? സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്, എല്ലാം മെറ്റലുകളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പുകളിലും പീരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഒരേ ഗ്രൂപ്പിലും ഒരേ പീരീഡിലും വരുന്ന എലമെൻറ്റ്സുകൾ തങ്ങളിൽ രാസഗുണങ്ങളിൽ സാമ്യമുണ്ട്. ഇനി ആ Hg മെർക്കുറിയാണ്, അതൊരു ലിക്വിഡ് മെറ്റലിന് ഉദാഹരണമാണ്. ഒരു ബ്ലൂ കളറിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓറഞ്ച് നിറത്തിൽ കൊടുത്തിരിക്കുന്ന എലമെൻസുകളൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലമെൻസുകളാണ്. അപ്പോൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇവ ലോഹങ്ങളായിരിക്കും, മെറ്റലുകളായിരിക്കും. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ഗ്രൂപ്പുകളിലും പീരീഡുകളിലും ഇവ രാസഗുണത്തിൽ സാദൃശ്യം കാണിക്കുന്നു. അടുത്തതാണ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. പീരിയോഡിക് ടേബിളിലെ 6ാം പീരീഡിൽ 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കാം. എവിടെ തൊട്ടാണ്? 57 മുതൽ 71 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾ 6ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്നവയാണിവ. നോക്കാം, ഞാനത് അവിടെ ഒരു ഗ്രീൻ ഡോട്ട് കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. 6ാമത്തെ പീരീഡിൽ 57 മുതൽ 71 വരെയാണ് ലാന്തനോയിഡുകളുടെ അറ്റോമിക് നമ്പറുകൾ വരുന്നത്. അതുപോലെ 7ാമത്തെ പീരീഡിൽ 89 തൊട്ട് 103 വരെയുള്ള എലമെൻറ്റുകളാണ് ആക്റ്റിനോയിഡുകൾ എന്ന് പറയുന്നത്. ഈ ലാന്തനോയിഡുകളെയും ആക്റ്റിനോയിഡുകളെയും പീരിയോഡിക് ടേബിളിൻ്റെ താഴെ തന്നെ 2 സെപ്പറേറ്റ് ഹൊറിസോണ്ടൽ റോസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ മൂലകങ്ങൾ അന്തഃസംക്രമണ മൂലകങ്ങൾ അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും ചേർന്നാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. 6ാം പീരീഡിൽ ഉൾപ്പെടുന്ന ലാന്തനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങളെ ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. 6ാമത്തെ പീരീഡിൽ ലാന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റുകളെയാണ് ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. അവയുടെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് പറഞ്ഞത്? 57 തൊട്ട് 71 വരെയുള്ള എലമെൻറ്റുകളാണ്. ഇനി 7ാം പീരീഡിൽ ഉൾപ്പെടുന്ന ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങളെ ആക്റ്റിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. 7ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള
മൂലകങ്ങളെയാണ്, ഇന്നർ ട്രാൻസിഷൻ എലമെൻസിനെയാണ് ആക്റ്റിനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. ലാന്തനോയിഡുകളാണ് റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്നത്. ആക്റ്റിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ, മനുഷ്യനിർമ്മിതമാണ്. റെയർ എർത്ത്സ് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. അടുത്തതാണ് പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ. ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പുകളിലും പീരീഡുകളിലും എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസുകളുടെ ബോർ ആറ്റം മോഡലാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ച് എലമെൻസുകളെ അവിടെ കാണിച്ചിട്ടുള്ളൂ. തന്നിരിക്കുന്ന എലമെൻറ്റുകൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം എന്നിവയാണ്. ഇവിടെ ഹൈഡ്രജനിൽ നിന്ന് റുബീഡിയത്തിലേക്ക് പോകുന്തോറും, മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ അറ്റോമിക് നമ്പർ കൂടി വരുന്നുണ്ട്. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നു. സ്വാഭാവികമായിട്ട് ഇലക്ട്രോണിൻ്റെ എണ്ണം ഇക്വലൻ്റ് ആയിരിക്കുമല്ലോ. പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം ഇക്വലൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടി വരുന്നു. നമ്പർ ഓഫ് ഷെൽസിൻ്റെ എണ്ണവും കൂടുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എഫക്റ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഗ്രൂപ്പുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞെന്നാൽ ഓരോ ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ആറ്റവും ചെറിയ ആറ്റവും ഏതാണ്? ഏറ്റവും ലാർജസ്റ്റ് റുബീഡിയവും സ്മോളസ്റ്റ് ഹൈഡ്രജനുമാണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ്, കൂടി വരുന്നതായിട്ട് കാണാം. കാരണം എന്താണ്? പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് മൂലകത്തിൻ്റെ വലിപ്പവും വർദ്ധിച്ചു വരുന്നു. അടുത്ത ടോപ്പിക്കാണ് ആറ്റത്തിൻ്റെ വലിപ്പം പീരിയഡിൽ. പീരിയോഡിക് ടേബിളിലെ രണ്ടാം പീരീഡിലെ ആറ്റോമിക നമ്പർ 3 മുതൽ 9 വരെയുള്ള മൂലകങ്ങളുടെ ബോർ മാതൃകകൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് തന്നിരിക്കുന്ന എലമെൻറ്റുകൾ? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അപ്പോൾ ലിഥിയത്തിന് 3 ഇലക്ട്രോണുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ബെർലിയത്തിന് 4, ബോറോണിന് 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9. അപ്പോൾ അങ്ങനെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നൊന്നുമില്ല. പക്ഷേ ന്യൂക്ലിയസിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. പോസിറ്റീവ് ചാർജ് കൂടി വരുന്നത് കൊണ്ട് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും അവിടെ കൂടുതലായിരിക്കും. ഷെല്ലുകളിലേക്ക് അനുഭവപ്പെടുന്ന ന്യൂക്ലിയസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടുതലായിരിക്കും. ഇവിടെ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നുമില്ല, പക്ഷേ ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നത് കൊണ്ട് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് ആറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇവിടെ ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നുണ്ടോ? ഇല്ല. ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്താണ് സംഭവിക്കുന്നത്? ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ ആകർഷിക്കുമല്ലോ. അതിനാൽ പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതനുസരിച്ച് ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഉത്കൃഷ്ടവാതകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളായ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെഡോൺ എന്നിവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഇവ ഏകാറ്റോമിക തന്മാത്രകളായാണ് കാണപ്പെടുന്നത്. സാധാരണയായി മറ്റുള്ളവയുമായി സംയോജിക്കാത്തതിനാൽ ഇവയെ അലസവാതകങ്ങൾ അഥവാ ഇനേർട്ട് ഗ്യാസസ് എന്നും വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നതിനാൽ അപൂർവവാതകങ്ങൾ അഥവാ റെയർ ഗ്യാസസ് എന്നും വിളിക്കുന്നു. അപ്പോൾ അലസവാതകങ്ങൾ ഇനേർട്ട് ഗ്യാസസ്, റെയർ ഗ്യാസസ് അപൂർവവാതകങ്ങൾ, ഇവയെല്ലാം ഏത് തന്നെയാണ്? ഉത്കൃഷ്ടവാതകങ്ങളുടെ മറ്റു പേരുകളാണ് അഥവാ നോബിൾ ഗ്യാസസ്. ഹീലിയം സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നു. നിയോൺ വാതകം ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നു. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ ആർഗോൺ വാതകം നിറയ്ക്കാറുണ്ട്. റെഡോൺ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റെഡോൺ ആണ്. ഇവിടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹീലിയം സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നു. നിയോൺ ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നു. ബൾബുകളിൽ ഉപയോഗിക്കുന്ന വാതകം ആർഗോൺ ആണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റെഡോൺ ആണ്. റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് റെഡോൺ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏതാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സൈസ് ഗ്രൂപ്പ് വൈസും പീരീഡ് വൈസും വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ ഇനേർട്ട് ഗ്യാസസ് അഥവാ നോബിൾ ഗ്യാസിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്